ഹലോ, നമ്മളിന്ന് ഫോം ഫ്ലവറും ഗ്ലിറ്റർ ട്യൂബും കൊണ്ട് ഒരു ബോ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒന്നല്ല, ഒരു 3-4 ബോ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള ഫോം ഫ്ലവറാണ്. വലിയ ഫോം ഫ്ലവർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ളത് ഈ ഒരു പെറ്റലുണ്ടല്ലോ, അതിനെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 ഫ്ലവേഴ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 എണ്ണത്തിൻ്റെയും ലാസ്റ്റിലത്തെ ആ ഒരു പെറ്റൽസിനെ ഞാനിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വയർ ബോ എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് സെൻറ്ററിലിരിക്കണം. മീൻസ് ഇത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി അപ്പുറത്തോടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ഫ്ലവേഴ്സും നമ്മൾ അറേഞ്ച് ചെയ്യണം. 3ഉം ഒരു സൈഡിലേക്ക് വരുന്ന രീതിക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നടുവിൽ കൊടുക്കുന്നതിനേക്കാളും സൈഡിൽ കൊടുക്കുന്നതായിരിക്കുമല്ലോ നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ 3 എണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ താഴെയും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടുവിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് പൂവ് നന്നായിട്ട് വിടർന്നിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റിലത്തെ പെറ്റൽസിനെ നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ 3 എണ്ണവും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ പുറത്തേക്കിരിക്കുന്ന ആ ഒരു പെറ്റൽസിനെയൊക്കെ നമുക്ക് അകത്തേക്ക് തന്നെ ഗ്ലൂ തേച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒരു വൈറ്റിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലിറ്റർ ട്യൂബ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് ഇതിൽ നമുക്ക് 2-3 ബീഡ്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പലതരത്തിലുള്ള ബീഡ്സ് എടുക്കുന്നുണ്ട്. നമ്മുടെ ലവ് ബീഡ്, മൾട്ടി കളർ ലവ് ബീഡ് ഉണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ 8mm ഓഫ് വൈറ്റ് ബീഡാണ്. പിന്നെ അതുപോലെ നമുക്ക് മൾട്ടി കളർ ബീഡ് എടുക്കാം, പേസ്റ്റൽ ബീഡ് എടുക്കാം. നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ആ ഒരു ഫ്ലവറിന് മാച്ചായിട്ട്, ഫ്ലവറിനും ഗ്ലിറ്റർ ട്യൂബിനും മാച്ചായിട്ട് വരുന്ന രീതിക്കുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു 8mm ഓഫ് വൈറ്റ് ബീഡാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ഗ്ലിറ്റർ ട്യൂബ് വന്നിട്ട് ഒരു മൾട്ടി കളർ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് ഇതിന് നന്നായിട്ട് മാച്ച് ആവുന്നില്ല, ഓഫ് വൈറ്റ് ഗ്ലിറ്റർ ട്യൂബ് ഇല്ലതാനും. അപ്പോൾ നമ്മൾ വൈറ്റിൽ മിക്സഡ് കളർ വരുന്ന ഒരു ഗ്ലിറ്റർ ട്യൂബാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ ഒരു കളർ വരുമ്പോൾ മിക്ക ഷെയ്ഡ്സിനും മാച്ചായിട്ട് പോകും കേട്ടോ, മൾട്ടി കളേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, വേണമെങ്കിൽ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ലെങ്ത്തിൽ ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് കാര്യം കഴിയും കേട്ടോ. അപ്പോൾ എനിക്കിത് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാക്കി അവർ സ്റ്റാറ്റസ് ഇടുന്ന കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കി വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണിത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എൻഡിൽ നമുക്ക് എൻഡ് ബീഡ് ഒട്ടിച്ചു കൊടുക്കാം. എൻഡ് ബീഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ടേപ്പും ഒട്ടിച്ചു കൊടുക്കാം. രണ്ടായാലും ഓക്കെയാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് എൻഡ് ടേപ്പാണ്. എൻഡ് ടേപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്. അപ്പോൾ എൻഡ് ബീഡായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ എൻഡ് ബീഡ് ഒട്ടി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം തന്നെ കാര്യം കഴിയും. ഇതുപോലൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതിനെ ഇളക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ബോ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ ഞാൻ 2 വശത്തും എൻഡ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബീഡ്സ് ഒട്ടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇതുപോലുള്ള കുഞ്ഞു ഫോം ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ചെറിയൊരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഗ്ലൂ തേച്ച് 4 ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത അതിൻ്റെ ബാക്കി പീസ് ഉണ്ടല്ലോ, അതിനെ കട്ട് ചെയ്തിട്ട് അതിൽ ഗ്ലൂ തേച്ചിട്ട് ബോവിൻ്റെ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്താലേ ഒട്ടുള്ളൂ. അപ്പോൾ വേറെ എനിക്ക് ഒരു കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ തന്നെ ഒരു കമ്പി വരുന്നുണ്ടല്ലോ, ആ കമ്പി നമ്മുടെ വയർ ബോയിൽ ചുറ്റി വെച്ചാലും മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതും ഓക്കെയാണ്, അതും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിച്ച് വെച്ച് ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ളൊരു ബോ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇടുന്ന മുത്തെന്ന് പറയുന്നത് മൾട്ടി കളർ ബീഡും പിന്നെ അതുപോലെ നമ്മുടെ പേസ്റ്റൽ ബീഡ്സും ആണ് കേട്ടോ. അതിൽ നിന്നുള്ള പർപ്പിൾ ഷെയ്ഡാണ് മിക്സ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഇടാം. നമ്മുടെ കയ്യിൽ ഏത് ബീഡാണോ ഈ ഒരു കളറിന് മാച്ചായിട്ട് വരുന്നത് അതിടാം. എന്നിട്ട് നമ്മൾ ഗ്ലിറ്റർ ട്യൂബും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ ഈ 2 ഫ്ലവേഴ്സ് എങ്ങനെ ഒട്ടിച്ചെടുക്കും എന്നുള്ളത് മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇതൊരു പിസ്ത ഗ്രീനാണ്.
അപ്പോൾ അതിൻ്റെ ഞാൻ ഈ ക്യാൻവാസിനെ മറയ്ക്കാൻ വേണ്ടി കുറച്ച് ബീഡ്സ് അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മൾട്ടി കളർ ബീഡ്, ഒരു 6mm ബീഡാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പോളൻ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിന് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മൾട്ടി കളർ യെല്ലോ ബീഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നടുവിൽ കുഞ്ഞു സിൽവർ ബീഡ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതും സെയിം തന്നെയാണ്, ഗ്രീൻ ചെയ്ത പോലെ നമ്മൾ സൈഡിൽ മുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി കളർ ബീഡും പേസ്റ്റൽ ബീഡും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലിറ്റർ ട്യൂബ് വന്നിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ചെയ്ത തന്നെ വൈറ്റാണ്, മൾട്ടി കളർ ഗ്ലിറ്റർ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും പോളൻസ് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ബീഡ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ ഇതിൽ വരുന്നത്. അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഈ ഒരു പിങ്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മൾട്ടി കളർ ലവ് ബീഡാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരു പിങ്കിഷ് ടോൺ വരുന്ന ആ ഒരു മൾട്ടി കളറിലുള്ള ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെന്നും പറയാം കേട്ടോ. പിന്നെ ഇതുപോലുള്ള മോഡൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അയച്ചു തരാം, അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മെറ്റീരിയൽസിന് വേണ്ടി ഈ നമ്പറൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ബോയും സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്